കോഴിക്കോട് കോട്ട ക്ഷേത്രത്തിൽ നിന്ന് 20 പവനോളം സ്വർണം മോഷ്ടിച്ച മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദിനെതിരെ കൂടുതൽ പരാതികളുമായി ക്ഷേത്രങ്ങൾ. പൊയിൽക്കാവ്, കോതമംഗലം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്വർണം, വെള്ളി തുടങ്ങിയ ഉരുപ്പടികളുടെ കണക്കുകൾ നൽകിയില്ലെന്നാണ് പരാതി. എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ മേൽ മലബാർ ദേവസ്വം ബോർഡിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തതാണ് തട്ടിപ്പിന് കാരണമെന്ന് ഭക്തർ പറയുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒരിക്കൽ കൂടി ചേരുന്നു. അനഘ, അതായത് ഈ സ്വർണ്ണക്കവർച്ച അത് നിർബാധം തുടരുകയാണ്. അതൊരിക്കൽ ചെയ്തയാൾ പിടിക്കപ്പെട്ടാലും പിന്നീടും സുരക്ഷിതനായി വിഹരിക്കുന്നു, അയാൾ അത് ആവർത്തിക്കുന്നു. നോക്കൂ, ഒരാൾക്കെതിരെ 2, 3, 4 ക്ഷേത്രങ്ങളാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്. എന്നിട്ടും പിടികൂടാനാകുന്നില്ല, എന്നിട്ടും പിടിച്ചു പുറത്താക്കാനാകുന്നില്ല ദേവസ്വം ബോർഡിന്. അതായത് ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ദേവസ്വം ബോർഡ് എന്ന് മനസ്സിലാക്കാൻ ഇതുതന്നെ വലിയ ഉദാഹരണമല്ലേ? ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഈ മലബാർ ദേവസ്വം ബോർഡ് തന്നെയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ നിയമിക്കുന്നത്. ഇതിന് ഭക്തർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിന് മാനദണ്ഡമായി പറയുന്നത് CPM അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരെയാണ് ഇത്തരത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പല ക്ഷേത്രങ്ങളിലും എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കുന്നത് എന്നതാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് ഓഫീസറായി മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ച ആളാണ് ടി വിനോദൻ എന്ന് പറയുന്ന ആൾ. ഈ വിനോദനാണ് ഈ ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ നിന്ന് 20 പവനോളം സ്വർണം അവിടെ നിന്ന് തിരുമണി നടത്തി ഭക്തർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മോഷ്ടിച്ച് അതിനുശേഷം കടന്നു കളഞ്ഞത്. അയാളെ കുറിച്ച് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ക്ഷേത്രത്തിന്റെ ഈ സ്വത്തുവകകൾ അത് സംരക്ഷിക്കേണ്ട, അതിന്റെ ചുമതലകളുള്ള, അതിന്റെ എല്ലാ രീതിയിലുമുള്ള അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇയാൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച 20 പവനോളം സ്വർണവുമായി ക്ഷേത്രത്തിൽ നിന്ന് മുങ്ങിയത്. ഇയാളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബാലുശ്ശേരി പോലീസിൽ ഭക്തർ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് വ്യത്യസ്തമായ ക്ഷേത്രങ്ങളിൽ നിന്ന്, കോഴിക്കോട്ടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ വീണ്ടും ഈ വിനോദിനെതിരെ, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വിനോദിനെതിരെ ഉയരുന്നത്. ഈ കോഴിക്കോട്ട് പൊയിൽക്കാവുള്ള ക്ഷേത്രം, അതുപോലെ തന്നെ കോതമംഗലത്തെ ക്ഷേത്രം, ഇവിടങ്ങളിലൊക്കെ തന്നെ ഇയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിലുള്ള എത്ര ഉരുപ്പടികൾ, എത്ര ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് കാണിക്കയെ സമർപ്പിച്ച വസ്തുക്കൾ നൽകിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇയാൾ കൈമാറിയിട്ടില്ല. മാത്രമല്ല, ഈ പിഷാരികാവ് ക്ഷേത്രത്തിൽ ഇയാൾ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറായി എത്തിയിരുന്നു. ആ സമയത്ത് ക്ഷേത്രത്തിന് അകത്ത് വെച്ച് ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ തിരുമറി നടത്തിയതിന്റെ പേരിൽ പിഷാരികാവ് ക്ഷേത്രത്തിൽ നിന്ന് ഇയാളെ പുറത്താക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ തന്നെ ശേഷമാണ് ഇയാൾക്കെതിരെ അതിനു മുൻപ് തന്നെ ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തുനിഞ്ഞിരുന്നില്ല എന്നതാണ്. അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർമാരിൽ മലബാർ ദേവസ്വം ബോർഡിന് യാതൊരുവിധ ചുമതലയും ഇല്ല എന്നതാണ്. അതായത് അവരെ ഇത്തരത്തിൽ പിൻവലിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനോ മലബാർ ദേവസ്വം ബോർഡിന് കഴിയില്ല. അത്തരത്തിലൊരു ഇത് മലബാർ ദേവസ്വം ബോർഡിന് ഇല്ല എന്നാണ് ഭക്തർ പറയുന്നത്. കൃഷ്ണരാജ്.